അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി കൊലോസി ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. കൊലോസി ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1 to 4. മതി. ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വരിക. സിൻസ് ദെൻ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. സെറ്റ് യുവർ മൈൻഡ് ഓൺ ദ തിങ്സ് എബവ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, there are reasons why you need to set your mind on the things above. നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു വ്യത്യാസം വരുവാനിടയാകണം. ഞാനൊരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു യങ് മാൻ, ഒരു ചെറുപ്പക്കാരൻ പാസ്റ്ററിൻ്റെ അരികിൽ വന്നേച്ച് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ഇനി മുതൽ ഈ സഭയിൽ വരുന്നില്ല. പാസ്റ്റർ ചോദിച്ചു, എന്നാ പറ്റി? അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ചർച്ചിൽ വന്നിട്ട് ആരാധനയ്ക്ക് ഇരിക്കുമ്പം ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവർ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. ചിലരൊക്കെ പ്രസംഗിക്കുന്നു, അതൊന്നും അവരുടെ ജീവിതത്തിൽ ഇല്ല. വർഷിപ്പ് ടീമാണെന്ന് വരികയും സ്റ്റേജ് വരുമ്പം ഭയങ്കര ബഹളമാണ്. അത് കഴിഞ്ഞ് പോയി, ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, അത് കഴിഞ്ഞ് പോയി അവർ ചുമ്മാതെ അവിടെ ഇരിക്കുക. ഞാൻ ഈ ചർച്ചിൽ കണ്ടതെല്ലാം ഹിപ്പോക്രറ്റ്സിനെയാണ്, അതുകൊണ്ട് ഞാൻ ഇനി വരുന്നില്ല. പാസ്റ്റർ പറഞ്ഞു, നീ വരുന്നില്ല എന്ന് പറയുന്നത് നിൻ്റെ തീരുമാനം, അതിനെനിക്ക് പൂർണ്ണ സമ്മതമാണ്. പക്ഷേ നീ ആ ഫൈനൽ തീരുമാനം എടുക്കുന്നതിന് മുൻപ് എനിക്കൊരവസരം തരണം. ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്താ വേണ്ടിയത്? അദ്ദേഹം പറഞ്ഞു, അടുത്ത ആഴ്ചയിൽ നീ ആരാധനയ്ക്ക് വരുമ്പം, ആരാധന തുടങ്ങിക്കഴിയുമ്പം ഞാൻ നിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം തരും. ആ ഗ്ലാസ് നിറഞ്ഞിരിക്കും, ആ ഗ്ലാസ് നിറച്ച് നിൻ്റെ കയ്യിൽ വെള്ളം തരും. നീ ഈ ഗ്ലാസുമായി 3 റൗണ്ട് ചർച്ചിന് ചുറ്റും നടക്കണം. 1 ഡ്രോപ്പ്, ഒരു തുള്ളി വെള്ളം പോലും താഴെ പോകരുത്. ചെറുപ്പക്കാരൻ പറഞ്ഞു, അതൊരു വലിയ കാര്യമല്ലല്ലോ. ഈ പാസ്റ്റർ പറഞ്ഞു, നീ അങ്ങനെ സക്സസ്ഫുള്ളായി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ സ്വാതന്ത്ര്യം വരണോ വേണ്ടയോ എന്നുള്ളത്. അടുത്ത ആഴ്ച ഈ ചെറുപ്പക്കാരൻ റെഡി ആയിട്ട് വന്നു. പാസ്റ്റർ ഇവൻ്റെ കയ്യിൽ, ആരാധന തുടങ്ങി, പാസ്റ്റർ ഇവൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം കൊടുത്തു. ഇവന് വളരെ സൂക്ഷ്മതയോടുകൂടെ 1 റൗണ്ട് നടന്നു, 2 റൗണ്ട് നടന്നു, 3 റൗണ്ട് നടന്നു, തിരിച്ചു വന്നു. എന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ, ഒരു തുള്ളി വെള്ളം പോലും താഴെ പോയില്ല. പാസ്റ്റർ പറഞ്ഞു, നല്ല കാര്യം. എന്നിട്ട് പാസ്റ്റർ ചോദിച്ചു, വെൻ യു ആർ വാക്കിംഗ് അറൗണ്ട് ദ ചർച്ച്, ഡിഡ് യു സീ എനിവൺ ഗോസിപ്പിംഗ്? നീ ഈ 3 പ്രാവശ്യം ചുറ്റി നടന്നില്ലേ? ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് പറയുന്നത് നീ കണ്ടോ? ഇവൻ പറഞ്ഞില്ല. നീ 3 പ്രാവശ്യം നടന്നപ്പം ആരെങ്കിലും ടെക്സ്റ്റ് ചെയ്യുന്നത് കണ്ടോ? ഇവൻ പറഞ്ഞില്ല. നീ 3 പ്രാവശ്യം നടന്നപ്പം ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കണ്ടോ? ഇവൻ പറഞ്ഞില്ല. പാസ്റ്റർ ചോദിച്ചു, യു നോ വൈ? എന്തുകൊണ്ടാണ് നീ കാണാതിരുന്നത്? അവൻ പറഞ്ഞു, എനിക്കറിയില്ല. പാസ്റ്റർ പറഞ്ഞു, നീ 3 പ്രാവശ്യം നടന്നപ്പോഴും യു ആർ ഫോക്കസ്ഡ് ഓൺ ദ ഗ്ലാസ് ടു മേക്ക് ഷുവർ യു ഡിഡ്ന്റ് സ്റ്റംബിൾ ആൻഡ് സ്പിൽ എനി വാട്ടർ. നീ 3 പ്രാവശ്യം നടന്നപ്പോഴും നിന്റെ ഫോക്കസ് എവിടെയായിരുന്നു അറിയാവോ? ഈ ഗ്ലാസ്സിലായിരുന്നു. ഈ ഗ്ലാസ്സിൽ നിന്ന് ഒരു തുള്ളി വെള്ളവും താഴെ പോകാതിരിപ്പാൻ നീ ഈ ഗ്ലാസ് സൂക്ഷിച്ച് നടന്നതുകൊണ്ട് അടുത്തിരുന്നവർ എങ്ങനെ ഇരുന്നു എന്ന് നീ അറിഞ്ഞില്ല. അടുത്തിരുന്നവർ സംസാരിച്ചോ ഇല്ലയോ എന്ന് നീ അറിഞ്ഞില്ല. കാരണം നിന്റെ ഫോക്കസ് ഈ ഗ്ലാസ്സിലായിരുന്നു. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ പലപ്പോഴും ചുറ്റും നോക്കുന്നത് കൊണ്ടാണ് സ്റ്റംബിൾ ചെയ്യുന്നത്. നിങ്ങൾ പലപ്പോഴും ചുറ്റും നോക്കുന്നത് കൊണ്ട് പരാതിപ്പെടുന്നത്. പലപ്പോഴും പല പരാതികൾക്കും കാരണം നാം ചുറ്റും നോക്കുന്നത് കൊണ്ട്, നമ്മുടെ ഫോക്കസ് മാറിപ്പോയത് കൊണ്ട് പരാതികളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ഫോക്കസ് മാറിപ്പോയത് കൊണ്ടാണ്. When we keep our eyes on the Lord, we don't have
time to see the mistake of others. നമുക്കെങ്ങനെയാ മറ്റുള്ളവരുടെ കുറ്റം കാണാൻ സാധിക്കുന്നത്? ആരാധനയ്ക്ക് വന്നിരിക്കുമ്പം നമ്മൾ നോക്കുന്നത് ഇവിടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് പാടിയവരുടെ സ്റ്റൈൽ എന്താണെന്നാണ് നമ്മൾ നോക്കിയത്, അല്ലേ? അവരെങ്ങനെ കൈയടിച്ചത്, അതാ നമ്മൾ നോക്കിയത്. പാസ്റ്റർ എങ്ങനെ പ്രസംഗിച്ചത്, അതാ നാം നോക്കിയത്. ഇവിടെ വാക്യം പറഞ്ഞത് എങ്ങനെയാ, അതാ നാം നോക്കിയത്. നാം പരസ്പരം നോക്കുകയാ. നാം പരസ്പരം നോക്കുന്നത് കൊണ്ട്, പരസ്പരം ചിന്തിക്കുന്നത് കൊണ്ട്, മറ്റുള്ളവർ എങ്ങനെയെന്ന് നാം ചിന്തിക്കുന്നത് കൊണ്ട് മറന്നുപോയ ഒരു കാര്യം, ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ നമുക്ക് സാധിക്കാതെ പോയി. നമ്മുടെ ഫോക്കസ് കർത്താവിങ്കിൽ നിന്നും മാറിയിട്ട് മറ്റുള്ള കാര്യത്തിലേക്ക് പോയപ്പോഴാണ് എൻ്റെ പരാതി വന്നത്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചിലും ഒരു എക്സ്പീരിയൻസ് ചെയ്താൽ നല്ലതായിരിക്കും, അല്ലേ? ഈ ഗ്ലാസ്സുമായിട്ടൊന്ന് നടന്നു നോക്ക്. ഈ ഗ്ലാസ്സുമായിട്ട് നടന്നു നോക്കിയാൽ ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു തുള്ളി വെള്ളം പോകരുത്. ആരാധനയ്ക്ക് വരുമ്പം നമ്മുടെ ശ്രദ്ധ അതായിരിക്കണം. എൻ്റെ അകത്തു നിന്ന് ഒരു തുള്ളി വെള്ളം താഴെ പോകരുത്. എനിക്കെൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തണം, എനിക്കെൻ്റെ ദൈവത്തെ ഉയർത്തണം. എനിക്കിവിടെ എന്ത് സംഭവിച്ചാലും, മറ്റുള്ളവർ എങ്ങനെ ആരാധിച്ചാലും, എൻ്റെ കൂടെ ഇരിക്കുന്നവർ ആരാധിച്ചാലും ഇല്ലെന്ന് വരികിലും എനിക്കതൊരു കാര്യമല്ല. എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഉയരത്തിലുള്ള എൻ്റെ കർത്താവിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഞാനൊരു തീരുമാനമെടുക്കുന്നു. പൗലോസ് പറയുന്നു, സെറ്റ് യുവർ മൈൻഡ് ഓൺ ദ തിങ്സ് ദാറ്റ് ആർ എബവ്. നമ്മുടെ മനസ്സ്, പൗലോസ് അവിടെ പറയുന്ന വാക്ക് കേട്ടോ, ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. ആ പദം നോക്കി, എങ്കിൽ. ഇഫ് യു ഹാഡ് റിസൺ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. പൗലോസ് പറയുന്നു, നിങ്ങൾ ഈ താഴെയുള്ളതെല്ലാം തപ്പി നടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? എന്തുവാ? യേശു ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പൗലോസ് പറയുന്നു, നിങ്ങൾ യേശു ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഫോക്കസ് വേറെയാ. ഇപ്പം നമ്മുടെ ഫോക്കസ് എവിടാ? നമ്മുടെ ഫോക്കസ് എവിടാന്ന്, എൻ്റെ ഫോക്കസ് എവിടാന്ന് ഞാനാ പറയേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഫോക്കസ് എന്താണെന്ന് നാം ഓരോരുത്തരും പറയേണ്ടത്. എന്നാൽ ഒരു കാര്യം, ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് കൂടെ ഇരിക്കുന്നവരെ അല്ല. അതൊക്കെ കാണണം കേട്ടോ, കൂടെ ഇരിക്കുന്നവരെ കാണണം, കൈ കൊടുക്കണം. അല്ല, പാസ്റ്റർ പറഞ്ഞു ആരെയും കാണരുത്, അതുകൊണ്ട് ആരെയും കാണാതെ ഞാൻ സ്വർഗത്തിലേക്ക് മാത്രം നോക്കിയിരിക്കാമെന്ന് പറഞ്ഞേക്കരുത്. മറ്റുള്ളവർക്ക് കൈ കൊടുക്കണം, ഫെലോഷിപ്പ് വേണം, എല്ലാം വേണം. പക്ഷെ എൻ്റെ ചിന്തയെ ഡിസ്ട്രാക്റ്റ് ചെയ്യുവാൻ മറ്റൊന്നിനെയും ഞാൻ അനുവദിക്കത്തില്ല എന്നൊരു തീരുമാനത്തോടു കൂടെ ഇന്ന് പകൽക്കാലം ആരാധനയ്ക്കിരിക്കുകയാണ്. ആരാധനയ്ക്കിരിക്കുമ്പം എൻ്റെ അടുത്തിരിക്കുന്നയാൾ ഉറങ്ങിയാലും ഞാനൊരു തീരുമാനമെടുക്കുന്നു, ഞാൻ ഉറങ്ങത്തില്ലെന്ന്. അടുത്തിരിക്കുന്നവരെ സ്തോത്രം പറഞ്ഞില്ലെന്ന് വരികിലും ഞാനൊരു തീരുമാനമെടുക്കുന്നു, ഞാൻ സ്തോത്രം പറയുമെന്ന്. അടുത്തിരിക്കുന്നവർ ആരാധിച്ചില്ലെന്ന് വരികിലും ഞാനൊരു തീരുമാനമെടുക്കുന്നു, ഞാൻ ആരാധിക്കും. അങ്ങനെയുള്ള ഒരു ദൈവജനത്തിനു വേണ്ടിയാ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുയേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. അവിടുത്തെ ബേസ് എന്ന് പറയുന്നത്, ഇഫ് യു ഹാഡ് റിസൺ വിത്ത് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനോട് കൂടെ നാം ഉയർത്തെഴുന്നേറ്റു എന്ന് വരികിൽ, പിന്നെ നമ്മുടെ ചിന്ത നമ്മൾ ഈ മണ്ണിനുള്ളവരല്ല. കാര്യം ഞാൻ ഈ മണ്ണിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ ലാസറിനോടൊന്ന് ചോദിച്ചേ, യേശു മരിച്ചവണ്ണ് വെളിയിൽ കൊണ്ടുവന്ന ലാസറിനോട് ചോദിച്ചേ, ലാസറെ നാളെ എന്നാ കഴിക്കുന്നേ? ലാസർ പറയും, ഐ ഡോണ്ട് കെയർ വാട്ട് ഐ എം ഗോയിങ് ടു ഈറ്റ്, ബിക്കോസ് ഞാൻ ഈ കഴിപ്പും എല്ലാം കഴിഞ്ഞ് ഈ കല്ലറയിൽ കിടന്ന് അവൻ എന്നെ എഴുന്നേൽപ്പിച്ചതാ. അവൻ എന്നെ എഴുന്നേൽപ്പിച്ചെന്ന് വരികിൽ ഒരൊറ്റ കാര്യത്തിനു വേണ്ടിയാ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി, അവന് സ്തുതി കരയറ്റുവാൻ വേണ്ടി ഉയരത്തിലുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ടാകുവാൻ തക്കവണ്ണമിടയാകണം. അതുകൊണ്ട് ജോനതൻ എഡ്വേർഡ് എന്ന് പറയുന്ന ശക്തനായ മനുഷ്യൻ, ജോനതൻ എഡ്വേർഡിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന it's a very important prayer. ജോനതൻ എഡ്വേർഡ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, ലോർഡ് സ്റ്റാമ്പ് ഇറ്റേണിറ്റി ഓൺ മൈ ഐബോൾസ്.
ജോണതൻ എഡ്വേർഡ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, ഇംഗ്ലണ്ടിനെ സുവിശേഷം കൊണ്ട് ഇളക്കി മറിച്ച ആ ശക്തനായ വ്യക്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നറിയാമോ? കർത്താവേ, ഞാൻ കണ്ണു തുറക്കുമ്പം എൻ്റെ കൃഷ്ണമണിയുടെ മുൻപിൽ കാണേണ്ട ഒരു കാര്യം നിത്യത മാത്രമായിരിക്കണം. നമ്മളെന്താ കാണുന്നത്? കണ്ണു തുറക്കുന്ന ഉടനെ നമ്മൾ നോക്കുന്ന എങ്ങോട്ട്, സ്റ്റോക്ക് എങ്ങോട്ട് പോയെന്നാ നോക്കുന്നത് അല്ലേ? അല്ലെന്ന് വരികില്ല, സ്കോർ എത്രയായി നാ നോക്കുന്നതല്ലേ? നമ്മുടെ പ്രയോറിറ്റി എന്താ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിത്യത എൻ്റെ ദർശനമായി മാറ്റപ്പെടണം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വരികിൽ എൻ്റെ ചിന്തകൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. എൻ്റെ ജീവിതത്തിന് മാത്രമല്ല, എൻ്റെ ചിന്തകൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. ഐ നീഡ് ടു ഹാവ് എ ഹെവൻലി മൈൻഡ് സെറ്റ്. സ്വർഗത്തിന് അനുരൂപമായ ഒരു മൈൻഡ് സെറ്റ്, ഒരു ചിന്ത എനിക്കുണ്ടാകണം. എ ഹെവൻലി മൈൻഡ് സെറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ എ ഫോക്കസ് ഓൺ അവർ റിസറക്റ്റഡ് പൊസിഷൻ. ഈ മൈൻഡ് സെറ്റ് ഉണ്ടാകണം എന്ന് വരികിൽ, ഉയരത്തിലുള്ളത് ഞാൻ ചിന്തിക്കണം എന്ന് വരികിൽ, എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം. ഇപ്പം ഈ ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ടായിരുന്നു. അദ്ദേഹം എന്തു പറഞ്ഞാലും മില്യൻസിൻ്റെ കണക്കേ പറയത്തുള്ളൂ. മില്യൻസിൻ്റെ കണക്കല്ല, ചെറിയ കണക്കൊന്നും പറയത്തില്ല. ഈ പുള്ളിയുടെ കയ്യിലാണെങ്കിൽ ഒരു തൊട്ടുമില്ല, പക്ഷെ പറയുന്നത് മില്യൻസിൻ്റെ കണക്കാണ്. അവൻ്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ കണക്കുകളെല്ലാം അങ്ങനെ പോകുന്നത്, ചിന്തകളെല്ലാം അങ്ങനെ പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ മാടക്കടയിൽ പോയിരുന്ന് നോക്കിയാൽ അറിയാം, അവർ സംസാരിക്കുന്നത് അമേരിക്കയുടെ സാമ്രാജ്യത്വ മുതലാളിത്തത്തെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. അല്ല, അമേരിക്കയുടെ പ്രസിഡന്റിനെ മാറ്റുന്ന കാര്യമൊക്കെയാണ് മാടക്കടയെ സംസാരിക്കുന്നത്. പക്ഷെ അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യം, നിങ്ങൾ എവിടെ ഇരിക്കുന്നതെന്ന് അറിയണം. ആ ഇരിക്കുന്ന ഇടത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പം അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. ഇപ്പം നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പം ഈ ഒരു സാധനം സാത്താൻ കണ്ടുപിടിച്ചതാണോ മനുഷ്യൻ കണ്ടുപിടിച്ചതാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഇത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ നിക്ഷേപം എവിടെയാണ്. കാര്യം നമ്മുടെ ആ ഫോൺ കോളുകൾ നമ്മൾ ഇതിനെല്ലാം ഈ ഹിസ്റ്ററി സേവ് ചെയ്യും അല്ലേ? നമുക്ക് ഇറേസ് ചെയ്യാം, പക്ഷേ അത് വേണമെങ്കിൽ റിട്രീവ് ചെയ്യാം. സ്വർഗത്തിൽ ചെല്ലുമ്പം മൊത്തം ഹിസ്റ്ററി ഇങ്ങോട്ട് റിട്രീവ് ചെയ്യുമ്പോൾ അറിയാം നമ്മൾ ഏതാ ചിന്തിച്ചതെന്ന് അറിയുന്നത് അന്നേരമാണ്. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. Paul says believers can develop a heavenly mindset by understanding the resurrected position in Christ. പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്നെ ദൈവം എവിടെയായി ഇരുത്തിയത് എന്ന് ഞാൻ തിരിച്ചറിയുമ്പം എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. സ്വർഗത്തിൽ ഇരുത്തിയത് ആരെയാ? നമ്മളെ. അവിടെ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്ന ആ പദം കണ്ടോ? ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. അവിടെ അപ്പോസ്തലനായ പൗലോസ് കൃത്യമായി നമ്മുടെ പൊസിഷനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവേശുവിൽ അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മെ സ്വർഗത്തിലിരുത്തി. എന്തിനായിരുത്തിയെന്ന് അവിടെ കൃത്യമായി പൗലോസ് പറയുന്നു, കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. എന്ന് പറഞ്ഞാൽ എന്നിൽ ദൈവം കാണിച്ച കൃപയുടെ അത്യന്തധനം
മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ എന്നെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനായിരുന്ന എന്നെ അവിടെ നിന്ന് ഉയർത്തി. യേശു ക്രിസ്തുവിനോടുകൂടെ എന്നെ ഉയർത്തി സ്വർഗത്തിൽ എന്നെ ഇരുത്തിയത് എന്തിനാണെന്നറിയാമോ? ഞാൻ സ്വർഗത്തിലാണ് ഇരിക്കുന്നതെന്ന് ഗമ പറയാനല്ല, മഹിമ പറയാനല്ല. എന്നെ സ്വർഗത്തിൽ ഇരുത്തിയത് കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിച്ചു കൊടുക്കുവാനാ. എൻ്റെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർ തിരിച്ചറിയണം, ഇവനിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കണം. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, യു ആർ റൈസ്ഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. നാം യേശുവിനോട് കൂടെ മാത്രം ഉയർത്തപ്പെടുക മാത്രമല്ല, യേശുവിനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുകയാണ്. സോ അവർ പൊസിഷൻ ഈസ് ഇൻ ഹെവൻ, സീറ്റഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. നാം ഇവിടെയാണെന്ന് വരികിലും എന്നെ ഇരുത്തുന്നത് സ്വർഗത്തിൽ കർത്താവിനോട് കൂടെയാണ്. അതുകൊണ്ട് ഞാനിപ്പം ന്യൂയോർക്കിന് 2 ദിവസം വിസിറ്റിന് പോയാൽ ന്യൂയോർക്കിലെ ഒത്തിരി കാര്യങ്ങളൊക്കെ കണ്ടേച്ചിങ്ങ് പോരത്തേ ഉള്ളൂ. ഐ ഡോണ്ട് ഹാവ് മച്ച് ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ് ഏരിയ. കാരണം ഞാൻ എവിടെ താമസിക്കുന്ന അതാ എൻ്റെ ഫോക്കസ്. പൗലോസ് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, നമ്മളെ ഇപ്പം ഇവിടെ നിർത്തിയിരിക്കുന്നുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനാണ്. ഇവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തേച്ച് കൃപയുടെ അത്യന്ത ധനത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തേച്ച് നിൻ്റെ ഒരു പെർമനൻറ്റ് പ്ലേസ് ഉണ്ട്. ആ പെർമനൻറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അവനോട് കൂടെ ദൈവം നമ്മെ ഇരുത്തുകയാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. എഫേസ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 19 to 22. സർവവും അവന് കാൽ കീഴാക്കി വെച്ചു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും മീതെ അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. യേശുവിനെ എവിടെയാണ് ഇരുത്തിയത്? സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മീതെ അത്യന്തം മീതെ എൻ്റെ യേശുവിനെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് അടുത്ത അധ്യായത്തിൽ പറയുന്നു, ഈ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച സകല നാമത്തിനും മേലായ സകല കർത്തൃത്വത്തിനും മേലായ സകല അധികാരത്തിനും മേലായ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നയിടത്ത് അവൻ നമ്മെ ഇരുത്തിയിരിക്കുക. ഇപ്പം നമ്മെ ഇരുത്തിയിരിക്കുന്ന എവിടെയെന്നറിയാമോ? സകല നാമത്തിനും മുകളിൽ. നമ്മെ ഇരുത്തിയിരിക്കുന്ന എവിടെയെന്നറിയാമോ? സകല അധികാരത്തിൻ്റെയും മുകളിൽ. നമ്മെ ഇരുത്തിയിരിക്കുന്ന എവിടെയാണെന്നറിയാമോ? സകല കർത്തൃത്വത്തിൻ്റെയും മുകളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പുത്രനായ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഇരുത്തിയിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, യു നീഡ് ടു ഫൈൻഡ് ഔട്ട് യുവർ പ്രിവിലേജ്. വൺസ് യു നോ യുവർ പ്രിവിലേജ്, then your focus will change. Once you know your privilege, once you know who you are, then your focus will change. Once you know who you are, then your attitude will change. Once you know who you are, and then the way that we worship
That will change. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നാം ആരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരാധനയ്ക്ക് വ്യത്യാസം വരും. കാരണം എന്താണെന്നറിയാമോ? സകല നാമത്തിനും മീതെയുള്ള യേശുവിന്റെ നാമത്തെ വാഴ്ത്തുവാനാ ദൈവം നമ്മെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. We are seated in the heavenly places. Since we are seated in the heavenly places, there is only one thing in heaven, that is worshiping God. When we get to heaven, there is only one thing in heaven, that is worshiping God. If that is the case, if we are seated in the heavenly places, shall we all stand together in the presence of the Lord? Let us worship God, because He has seated us in the heavenly places. Since Christ has seated us in the heavenly places, let us see the beauty of the heaven and let us worship together. Let us open our heart. ഇന്ന് രാവിലെ സമയം നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അവൻ നമ്മെ ഉയർത്തി സ്വർഗാദി സ്വർഗങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെന്ന് വരികിൽ ഒരുമിച്ച് മഹത്വം കൊടുക്കാം. ദൈവം നമ്മെ